സ്വാഗതം സ്വാഗതം സ്വാഗതം. ജീവിതാഭിലാഷം തൂലികയാകും അനുഭവങ്ങളെല്ലാം പൂവണിഞ്ഞിടും സിനിമയെന്ന മായാലോകമെത്തിടാൻ കഠിനമായ വീഥികൾ നടന്നു കണ്ടൊരാ ജീവിതാഭിലാഷം തൂലികയാകും അനുഭവങ്ങളെല്ലാം പൂവണിഞ്ഞിടും സിനിമയെന്ന മായാലോകമെത്തിടാൻ കഠിനമായ വീഥികൾ നടന്നു കണ്ടുരാ ജീവിതാഭിലാഷം തൂലികയാകും അനുഭവങ്ങളെല്ലാം പൂവണിഞ്ഞിടും സിനിമയെന്ന മായാലോകമെത്തിടാൻ കഠിനമായ വീഥികൾ നടന്നു കണ്ടൊരാ ജീവിതാഭിലാഷം തൂലികയാകും ജീവിതാഭിലാഷം തൂലികയാകും താരങ്ങളിൽ പല സ്നേഹമറിഞ്ഞവർ താഴ്മയറിഞ്ഞൊരു ഇന്ദ്രൻ സ്നേഹിതൻ താരങ്ങളിൽ പല സ്നേഹമറിഞ്ഞവർ താഴ്മയറിഞ്ഞൊരു ഇന്ദ്രൻ സ്നേഹിതൻ സിനിമയോടൊപ്പമെന്ന രജനിയിൽ കൂട്ടുകാരെന്നും തുണയായവർക്ക് സ്വാഗതം സിനിമയോടൊപ്പമെന്ന രചനയിൽ കൂട്ടുകാരെന്നും തുണയായി ചേർന്നവർ ജീവിതാഭിലാഷം തൂലികയാകും അനുഭവങ്ങളെല്ലാം പൂവണിഞ്ഞിടും സിനിമയെന്ന മായാലോകമെത്തിടാൻ കഠിനമായ വീഥികൾ നടന്നു കണ്ടൊരാ ജീവിതാഭിലാഷം തൂലികയാകും ജീവിതാഭിലാഷം തൂലികയാകും
എന്നൊരു ചിത്രം ആദ്യമായി സംവിധാനം ചെയ്തൊരു ചലച്ചിത്രം കോട്ടപ്പുറത്തെ കുടുംബമെന്നൊരു ചിത്രം ആദ്യമായി സംവിധാനം ചെയ്തൊരു ചലച്ചിത്രം ആത്മബന്ധങ്ങളുടെ കഥകളെ ചേർത്തു വെച്ച സിനിമകൾ പിറന്ന ഗാഥ വിജയമായി തുടരണേ. ആത്മബന്ധങ്ങളുടെ കഥകളെ ചേർത്തു വെച്ച സിനിമകൾ പിറന്ന ഗാഥ വിജയമായി തുടരണേ. ജീവിതാഭിലാഷം തൂലികയാകും അനുഭവങ്ങളെല്ലാം പൂവണിഞ്ഞിടും സിനിമയെന്ന മായാലോകമെത്തിടാം. കഠിനമായ വീതികൾ നടന്നു കണ്ടൊരാ കഠിനമായ വീതികൾ നടന്നു കണ്ടൊരാ കഠിനമായ വീതികൾ നടന്നു കണ്ടൊരാ കഠിനമായ വീതികൾ നടന്നു കണ്ടൊരാ. അനുഭവങ്ങളൊക്കെ തൻ്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു പുസ്തകം രചിക്കണം, പുസ്തകം പ്രസിദ്ധീകരിക്കണം എന്നുള്ളൊരാഗ്രഹം മനസ്സിൽ വെച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ തൻ്റെ ജീവിതകഥ സിനിമയുടെ കഥയാക്കി മാറ്റി ഇന്ന് നമ്മുടെ മുമ്പിൽ അത് പ്രകാശനം ചെയ്യുകയാണ്. ചെയർമാൻ കൂടിയായിട്ടുള്ള PK സതീശൻ മാസ്റ്റർ അവറുകളാണ്. അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് ഹൃദയപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ ഒരു ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് വടകരക്കൊപ്പം സഞ്ചരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട MLA ബഹുമാനപ്പെട്ട KK രമ അവറുകളാണ്. അവരെയും ആദരവപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പുസ്തക പ്രകാശനം നടത്തുന്നത് മുഖവുര ആവശ്യമില്ലാത്ത മലയാളത്തിൻ്റെ സിനിമാ രംഗത്തെ പ്രശസ്ത നടൻ ഇന്ദ്രൻസ് ആണ്. ഇന്നലെ കോഴിക്കോട് എൻ്റെ ആ ഒരു വലിയ മനസ്സ് തന്നെയാണ്. കൂടുതലൊന്നും പറയുന്നില്ല. എന്ത് തന്നെയാലും ഈ ഒരു സന്ദർഭം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിൽ എന്നും മനസ്സോട് നെഞ്ചോട് ചേർത്ത് വെക്കാൻ പാകത്തിലുള്ള ഒരു സംഗതി തന്നെയാണ്. ഒരുപാട് വലിയ വലിയ സിനിമകൾ ഇനിയും ഉയരങ്ങളിലേക്ക് എത്താൻ ഇന്ദ്രൻസിനും അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട പപ്പനും ഒത്തിരി സിനിമകൾ ചെയ്യാൻ കഴിയട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വാക്കുകൾ നിർത്തുന്നു. അതിനിടയിൽ ഒരു കാര്യം പറയാൻ പറ്റുപോയി. നമ്മുടെ ഈ സ്വാഗത ഗാനം ജീവിക്കുന്ന നമ്മളിൽ ഒരാൾക്ക് സിനിമയിൽ എന്തെങ്കിലും ആയിത്തീരണമെങ്കിൽ അത് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ശ്രീ പപ്പൻ എങ്ങനെ സിനിമയിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം സ്ഥാപിച്ചെടുത്തു എന്ന് അന്വേഷിക്കുമ്പോൾ നമുക്കറിയാം അവിടെ ഭാഗ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. കഴിവും ഭാഗ്യവും ഉണ്ടെങ്കിലേ സിനിമയിൽ മുമ്പായാലും ഇന്നായാലും സിനിമാ ലോകത്ത് ലഭിച്ചില്ല. 1978 തുറക്കൂ ഒരു വാതിൽ എന്നൊരു സിനിമ അറിയാം. സിനിമ എൻ്റെ ഷൂട്ടിംഗ് നല്ല കാര്യങ്ങളൊക്കെ റെഡിയായ സമയത്ത് തുടക്കത്തിൽ എന്ന പുസ്തകത്തിൻ്റെ പ്രകാശന കർമ്മവുമായി ബന്ധപ്പെട്ടാണ് നാം ഏവരും ഇവിടെ ഒത്തുകൂടിയത്. പ്രഗത്ഭരായ M. മുകുന്ദനും സുഭാഷ് ചന്ദ്രനും ഇന്ദ്രൻസിനെ പറ്റി ചില അഭിപ്രായ പ്രകടനം അവിടെ നടത്തുകയുണ്ടായി. അത് ഇന്നത്തെ അനുഭവങ്ങളൊക്കെ തൻ്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു പുസ്തകം രചിക്കണം, പുസ്തകം പ്രസിദ്ധീകരിക്കണം എന്നുള്ളൊരാഗ്രഹം മനസ്സിൽ വെച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ തൻ്റെ ജീവിതകഥ സിനിമയുടെ കഥയാക്കി മാറ്റി
ഇന്ന് നമ്മുടെ മുമ്പിൽ അത് പ്രകാശനം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, എത്രമാത്രം അഭിമാനകരമായിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള ഒരു സായാഹ്നത്തിലാണ് നമ്മൾ ഇന്നിരിക്കുന്നത്. സിനിമ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മളെ എല്ലാവരെയും ഏതൊക്കെയോ ഒരു കോണിൽ എപ്പോഴൊക്കെയോ ഹൃദയത്തിന്റെ കവാടങ്ങളിൽ പല വികാരങ്ങൾ ഉണ്ടാക്കിയ ഒരു കലയാണ്. ഒരു നാട്ടിൻപുറത്തുകാരൻ അവിടെ തൻ്റെ സ്വപ്നങ്ങൾ പൂവണിയാൻ വേണ്ടി, തൻ്റെ സ്വപ്നങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടി അതിനുവേണ്ടി സഞ്ചരിച്ച ഒരു കഥ, അതിനുവേണ്ടി നടത്തിയ കഠിന പ്രയത്നങ്ങൾ, ഒരുപാട് തീക്ഷ്ണമായ അനുഭവങ്ങളിലൂടെ മുന്നോട്ട് പോയ കാര്യങ്ങൾ, അതൊക്കെയാണ് പപ്പൻ നരിപ്പറ്റയെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കുമ്പോൾ, പഠിക്കുമ്പോൾ അറിയാൻ സാധിക്കുന്നത്. സിനിമയായിരുന്നു അദ്ദേഹത്തിനെല്ലാം, നാടകമായിരുന്നു അദ്ദേഹത്തിനെല്ലാം. അപ്പം ആ നാടകത്തിൽ നിന്ന് സിനിമയിലേക്ക് എത്താൻ, സംവിധാനത്തിലേക്ക് എത്താൻ, നാട് വിട്ട് ചെന്നൈയിലെത്തി നടത്തിയ നിരവധിയായ അനുഭവങ്ങൾ, പ്രവർത്തനങ്ങൾ, ഒരുപാട് പേരോട് ഒന്നിച്ച് സഹസംവിധായകനായി, പിന്നീട് സ്വന്തം സംവിധാനം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ നിരവധി കാര്യങ്ങൾ നടത്താൻ, അതാണ് ഒരു സ്വപ്നത്തിന്റെ മനസ്സിലൊരു സ്വപ്നമാണ്. ആ സ്വപ്നം നമുക്കൊക്കെ ഓരോരുത്തർക്കും ഓരോ സ്വപ്നങ്ങൾ ഉണ്ടാകും. ആ സ്വപ്നങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടി നമ്മൾ നടത്തുന്ന വലിയ യാത്രകളും കഠിനമായ പ്രയത്നങ്ങളുമുണ്ട്. അപ്പം അതൊരു നാട്ടിൻപുറത്തുകാരൻ ആ ഒരു ആഗ്രഹത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി നിരവധിയായ കാര്യങ്ങൾ ചെയ്തത്. അതിലെ ഒരുപാട് പ്രമുഖരായ സിനിമാ സംവിധായകരോടൊപ്പം, സിനിമക്കാരോടൊപ്പം പ്രവർത്തിക്കാൻ അതിൽ തീക്ഷ്ണമായ ഒരുപാട് അനുഭവങ്ങളുണ്ട്. നല്ല മുഹൂർത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഈ പുസ്തകത്തിൽ വളരെ സവിശേഷം, ചെറിയ രൂപത്തിലാണെങ്കിലും ഒരുപക്ഷെ അദ്ദേഹം പറഞ്ഞതുപോലെ സിനിമ എന്ന അനന്തമായ കടൽ, അത് വിവരിക്കാൻ എളുപ്പമല്ല. അതിലെ ജീവികളെ സംബന്ധിച്ച്, അതിലെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഒക്കെ ഒരു പുസ്തകത്തിലോ 2 പുസ്തകത്തിലോ ഒന്നും തീരുന്നതായിരിക്കില്ല. പക്ഷെ അതിൽ ചെറിയ കാര്യങ്ങൾ, അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് സ്പർശിച്ച കുറച്ച് അനുഭവങ്ങളാണ് ഈ പുസ്തകത്തിലുടനീളമുള്ളത്. അത് തീർച്ചയായിട്ടും നൗക ബുക്ക് അത് പ്രസിദ്ധീകരിച്ചു. അത് വായനക്കാർക്ക് നല്ലൊരു അനുഭവമാണ്. കാരണം വളരെ ലളിതമായ ഭാഷയിൽ നമുക്കറിയാവുന്ന, നമ്മുടെ മനസ്സിലുള്ള ഒരുപാട് കഥാപാത്രത്തിന്റെ ഓടൊപ്പം സഞ്ചരിച്ചതിന്റെയും അവരുടെ കൂടെ പ്രവർത്തിച്ചതിന്റെയും അവരോടൊപ്പമുള്ള അനുഭവങ്ങളൊക്കെയാണ് അതിനകത്തുള്ളത്. എനിക്ക് പുസ്തകപ്രകാശനം, പപ്പൻജിയുടെ പുസ്തകപ്രകാശനം നിർവഹിക്കാൻ വലിയ ആവേശമാണ്. അങ്ങനെയൊക്കെ തോന്നി ഇത് കുറച്ച് മുമ്പ് വരെ. അപ്പം ഇങ്ങോട്ട് അടുത്തടുത്ത് വരുന്തോറും എല്ലാം ധൈര്യവും ചോർന്നു പോയി. അത് ചെറിയ കാര്യമല്ല. അത് അദ്ദേഹം ഞാനൊക്കെ അഭിനയിച്ച് തുടങ്ങുന്ന കോസ്റ്റ്യൂം ചെയ്യുമ്പോൾ അതിനിടയിൽ കൂടെ ചെറിയ വേഷങ്ങളൊക്കെ ഡയറക്റ്റ് അനുവദിച്ചു തരുമ്പോൾ വളരെ രഹസ്യമായിട്ട് എൻ്റെ അടുത്തുള്ള സ്നേഹം വെച്ച് ഡയറക്റ്റ് അറിയാതെ ആ സീനൊക്കെ എത്തിച്ച് അന്നത്തെ അടുത്ത ദിവസത്തെ ചാർട്ട് തരുന്ന കൂട്ടത്തിൽ ജഗതിച്ചേട്ടൻ്റെ കൂടെ അഭിനയിക്കാനുള്ളതാണ്. അപ്പോൾ അവിടെ നിന്ന് വിറയ്ക്കരുതല്ലോ എന്ന് കരുതി എൻ്റെ സീനൊക്കെ ഈ സീനിന് മുമ്പ് റൂമിൽ എത്തിച്ചു തരും. അങ്ങനെ അദ്ദേഹം എൻ്റെ കൈയാണോ കാലാണോ വളരുന്നോ എന്ന് നോക്കി വളർത്തിയെടുത്തതാണ്. ഒരുപാട് കൊല്ലത്തെ പരിചയമുണ്ട്. അദ്ദേഹത്തിന് ഒരുപാട് എഴുതാനും പറയാനും ഉണ്ടാവും. പക്ഷെ അദ്ദേഹം ഇതുവരെ ചെയ്യാതിരുന്നത് എന്തെന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. ഞാനൊക്കെ ഇച്ചിരി കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഓർത്തെടുത്ത് എഴുതുന്നത് പോലെയല്ല, അദ്ദേഹത്തിന് അതിനുള്ള അറിവുണ്ട്. പിന്നെ നമ്മൾ സിനിമയൊക്കെ ചെയ്യുന്ന സമയത്ത്, കുറച്ച് ചെയ്യുന്ന സമയത്ത് നടന്മാരെക്കാളും ഭയങ്കര സുന്ദരനായിരുന്നു അദ്ദേഹം. അപ്പം മിക്കവാറും നടന്മാർക്കൊന്നും അത്ര പിടിക്കത്തില്ല. അപ്പൊ രാജസേനൻ സാറ് പറയും, ഒപ്പം കളരിയാ, വളരെ അങ്ങ് അവിടെ കളരിത്തറയൊക്കെയുള്ള ആളാ എന്ന് പറയും. അതുപോലെ ഉണ്ടായിരുന്നു. സത്യത്തിൽ ഇച്ചിരി നല്ല ഇരിഞ്ഞൊക്കെ ഒന്ന് നിൽക്കുമായിരുന്നു. പക്ഷെ നല്ല ചിട്ടയോടെ സീൻ ഡിവൈഡ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന അന്നത്തെ നല്ല രാജസേനൻ സാറിൻ്റെ കൂടെ ഉണ്ടായിരുന്ന നല്ല 2 കൂട്ടുകാർ അസോസിയേറ്റുമാരായിരുന്നു. KK
KK ഹരിദാസ്, പപ്പൻ മരിപ്പറ്റി. അപ്പോൾ അത് ഒരുപാട് ഹിറ്റ് സിനിമകളുണ്ടായിരുന്ന കൂട്ടത്തിലായിരുന്നു അവർ രണ്ടുപേരും. പിന്നീട് രണ്ടുപേരും ഇൻഡിപെൻഡൻ്റായിട്ടൊക്കെ പടം ചെയ്യാൻ തുടങ്ങി. രാജസേന സാറിൻ്റെ കൂട്ടത്തിൽ നിന്ന് വലിയ ഡയറക്ടറായിട്ട് തന്നെ വിരിഞ്ഞത്. പിന്നീട് അധികം ആ കൂട്ടത്തിൽ നിന്ന് മാറിയ ശേഷം നമുക്ക് അധികം ഭാഗ്യമുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം ഇങ്ങനെ കയറ്റി വിട്ടു നിന്നിട്ട് എനിക്ക് ദോഷമുണ്ടായില്ല. ഇടയ്ക്കിടയ്ക്ക് സിനിമ കാണുകയും തിരികേറ്റി വിടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുഭവം പറയുന്ന പുസ്തകം സത്യമായിട്ട് ഞാൻ വായിച്ചിട്ടില്ല, എനിക്ക് തന്നില്ല. അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തെ അറിയാവുന്നതുകൊണ്ട്, അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ അറിയാവുന്നതുകൊണ്ട്, അദ്ദേഹത്തിൻ്റെ ഉദ്ദേശശുദ്ധിയും ജീവിത ശൈലിയും ഒക്കെ വളരെ ചിട്ടയോടെ സിനിമയുടെ ചില കുഴപ്പങ്ങളൊന്നും തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ഒരു സിനിമാക്കാരനാണ് അദ്ദേഹം. അദ്ദേഹം സിനിമ ആഘോഷിച്ചിട്ടില്ല. അദ്ദേഹം ഒരു ജീവിതത്തിൻ്റെ വലിയൊരു ഇഷ്ടമുള്ള ചേരിയിൽ ചേർന്ന് പോകുന്നതുപോലെ നിന്നു. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. അദ്ദേഹം ഇനിയും നല്ല നല്ല സ്ക്രിപ്റ്റുകളൊക്കെ, സിനിമ സ്ക്രിപ്റ്റ് എഴുതട്ടെ, നല്ല സിനിമ സംവിധാനം ചെയ്യണമെന്ന്, അതിലൂടെ ഏറ്റവും മുന്തിയ വേഷം ചെയ്യണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകം എന്നെക്കൊണ്ട് പ്രകാശനം ചെയ്യാൻ അദ്ദേഹം കാണിച്ച മനസ്സിന് പ്രത്യേകം നന്ദി. പ്രത്യേകിച്ച് ഈ വലിയ സദസ്സിൽ രമാ മേഡമൊക്കെ ഞാൻ പല പ്രാവശ്യം പല വേദിയിലും കണ്ടിട്ടുണ്ടെങ്കിലും ഒരിടത്തും കൂടാൻ പറ്റിയിട്ടില്ല. എന്തായാലും അതിന് പ്രത്യേക സന്തോഷമുണ്ട്. വേദിയിലിരിക്കുന്നവരും പലരും എന്നെ ഒരുപാട് എനിക്ക് പരിചയമുള്ളവരും എന്നെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചവരും ഒക്കെയാണ്. ഓരോരുത്തർക്കും ഞാൻ എൻ്റെ സ്നേഹവും നന്ദിയും കടപ്പാടും അറിയിച്ചു. അതിൻ്റെ കാരണങ്ങളിലേക്കൊന്നും ഞാനിപ്പോൾ കടക്കുന്നില്ല. പിന്നെ അതിനുശേഷം ജ്വലനം എന്നൊരു ചെറിയൊരു സിനിമ കൂടി ചെയ്തു. അങ്ങനെ സിനിമാ നിർമ്മാണം അവിടെ അവസാനിച്ചു. അതിനുശേഷം പപ്പൻ ചെയ്ത സിനിമകളിലൊക്കെ പ്രോജക്റ്റ് ഡിസൈനറായി ഒക്കെ വർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. പപ്പനെ സംബന്ധിച്ചിടത്തോളം പപ്പനുമായുള്ള ആ ഒരു ആത്മബന്ധം ഇന്നും തുറന്നു കൊണ്ടുപോകുന്നു എന്ന് മാത്രം. ശരിക്കും ഇവിടെ പ്രത്യേകിച്ച് പറയേണ്ട ഒരാളുണ്ട്, ഇന്ദ്രൻസ്. കഴിഞ്ഞ 30 വർഷമായി ശരിക്കും പറഞ്ഞാൽ ഇന്ദ്രനായിട്ടുള്ളൊരു ആ ബന്ധം അന്നും ഇന്നും നിലനിർത്തിക്കൊണ്ട് പോരുന്ന ഒരു കാര്യമാണ്. ആദ്യമായി ചെയ്ത സിനിമ കക്കക്കുമൂച്ചൻ കല്യാണം എന്ന ചിത്രത്തിൽ ദിലീപായിരുന്നു നായകനെങ്കിലും അതിലെ പ്രധാനപ്പെട്ട വേഷം ചെയ്തത് ഇന്ദ്രൻ തന്നെയായിരുന്നു. അന്നൊക്കെ ഒരു സിനിമയുടെ ഗതിവിഗതികൾ നിയന്ത്രിക്കുന്നത് അതിൻ്റെ വിതരണക്കാരായി, പ്രൊഡ്യൂസറേക്കാളും കൂടുതൽ പവറുള്ളത് വിതരണക്കാരനാണ്. അപ്പോൾ നമ്മുടെ സിനിമയെ വിതരണക്കാരുടെ അടുത്ത് ചെല്ലുമ്പോൾ അവർ ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യം പടത്തിൽ ഇന്ദ്രനുണ്ടോ എന്നാണ്. 30 വർഷം മുമ്പാണ്. അന്ന് ഞാനിപ്പോൾ 30 വർഷം കഴിഞ്ഞതിന് ശേഷം പറയുന്നതുകൊണ്ട് പേടിക്കണ്ട. അന്ന് ദിലീപിനേക്കാളും ഒരു 3 ഇരട്ടി ശമ്പളം വാങ്ങിയ ആളായിരുന്നു ഇന്ദ്രൻ. അത്രയും സന്തോഷം പങ്കുവെക്കാനും കഴിയുന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഇന്ന് മലയാളത്തേക്കാൾ കൂടുതൽ അദ്ദേഹം തമിഴിലാണ് ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു നടനും കൂടിയാണ് അദ്ദേഹം. തമിഴിലുള്ള സൂപ്പർ സ്റ്റാർസിനോടൊപ്പം സൂര്യയെ പോലെയുള്ള ശ്രീ ഉഷാന്താണ്. അത് അദ്ദേഹത്തിനും ഈ ഒരു അവസരത്തിൽ ഞാൻ പ്രത്യേകം ഒരു നന്ദി അറിയിക്കാൻ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹാശംസകൾ അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. അടുത്തതായി ശ്രീ ഇന്ദ്രൻസിന് ഉപഹാരം നൽകുന്നതിനായി ശ്രീ പപ്പൻ നരിപ്പറ്റയും പൊന്നാട അണിയിക്കുന്ന രണ്ടാമത്തെ വടക്കൻപേട്ട സിനിമ എന്ന് പറയുന്നത് തച്ചോടി ഉദയനാണ്. അത് വരുന്നത് 1964. സാദരം ക്ഷണിക്കുന്നു. സിനിമ ആഴക്കടലാണ്.
നീന്തി കരപറ്റാൻ പ്രയാസമാണ്. പുസ്തകത്തിൽ പറഞ്ഞ പോലെ തന്നെ പ്രയാസം തന്നെയാണ്. കരപറ്റിയവർ ചുരുക്കം ചില പേർ. ചിലർ കടലിൽ വീണ് മുങ്ങി മരിച്ചു, ചിലർ തിരിച്ചു നീന്തി, ചിലർ ശക്തി കൊണ്ടും ബുദ്ധി കൊണ്ടും സിനിമയിലൂടെ കടന്നുപോയി. സിനിമ ഒരിക്കലും നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്ന പോലെ നടത്തുന്നതല്ല, സംഭവിക്കുന്നതാണ്. അതാണ് സിനിമ. എത്ര പ്ലാൻ ചെയ്താലും ചിലപ്പോൾ നമ്മൾ വേണ്ട രീതിയിൽ ആ സിനിമ നമുക്ക് കൊണ്ടുപോകാൻ പറ്റിയെന്ന് വരില്ല. നേരത്തെ പറഞ്ഞ പോലെ ഒരു ട്രെയിൻ യാത്രക്കിടയിൽ ഞാൻ രാജസേനൻ്റെ വാർദ്ധക്യ പുരാണം എന്ന സിനിമയിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് ചെന്നൈയിലോട്ട് പോവുകയാണ്. ആ സമയത്താണ് ശ്രീ സുഗുണേഷിനെ കാണുന്നതും പല ചർച്ചകളും ചെയ്ത കൂട്ടത്തിൽ അദ്ദേഹം എന്നോട് ചോദിച്ചു, നമുക്കൊരു സിനിമ ചെയ്താലോ? എൻ്റെ മനസ്സിലൊരു നെടുപൊട്ടി. കുറേ കാലമായി സിനിമ ചെയ്യണം നടക്കുന്നില്ല. നേരത്തെ പലരുമായിട്ടും സംസാരിക്കുകയും സിനിമ ചെയ്യാനും പറ്റിയില്ല. ആ അവസരത്തിലാണ് ഇങ്ങനത്തെ ഒരു സുവർണ അവസരം എന്നെ തേടിയെത്തുന്നത്. പക്ഷെ അത് ഞാൻ പുറത്ത് കാണിച്ചില്ല. കുറച്ച് ഈഗോ ഉള്ളത് കൊണ്ട് ഇതെങ്ങനെ പുറത്ത് കാണിക്കും എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിനെ അടക്കി പിടിച്ച് എങ്ങനെയൊക്കെ ചെന്നൈയിലെത്തി. സംശയം, എന്താ സിനിമ ചെയ്യാമോ എന്ന ചോദ്യം ചോദിച്ചത് എന്തിൻ്റെ ബേസിലായിരിക്കും? എന്നോട് പറഞ്ഞു, ഇറങ്ങും ട്രെയിൻ ഇറങ്ങാൻ പറഞ്ഞു, നമുക്ക് നാളെ മെജസ്റ്റിക് ഫ്ലാറ്റിൽ കിണ്ണാങ്കട്ട കള്ളൻ എന്ന പടത്തിൻ്റെ ഡബ്ബിംഗ് ഉണ്ട്, അങ്ങോട്ട് വരാമോ എന്ന് ചോദിച്ചു. അങ്ങനെ എൻ്റെ മനസ്സിനെ പടപടാന്ന് അടിക്കുന്ന ഒരു സിനിമ ചെയ്യണം. ഒരുപാട് ഡയറക്ടേഴ്സ് ഞാൻ സിനിമ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, എൻ്റെ പേരിലല്ല അവരുടെ പേരിൽ. പൈസ കിട്ടും, പേരുണ്ടാവില്ല. അങ്ങനെ കുറേ സിനിമ ചെയ്ത അനുഭവം കൂടി എനിക്കുണ്ട്. അപ്പോൾ ഇതിന്നൊക്കെ ആർജിച്ചെടുത്ത ഒരു സിനിമ ചെയ്യാനുള്ളൊരു ത്രാണി ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയത് ഇത്തരം പല ഡയറക്ടർമാരും ഇപ്പോൾ മലയാള സിനിമയിൽ വരസുന്ന കുറേ ആൾക്കാരുണ്ട്. അവരെ പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവരൊക്കെ തുടക്കകാല സിനിമകളിൽ ഞാൻ കുറേ ഭാഗങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അത് ഏറെക്കുറെ സുഹൃത്ത് ഇന്ദ്രൻസിനും അറിയാം. എന്തായാലും ആ കഥയൊക്കെ പറഞ്ഞാൽ കുറച്ചൊക്കെ ഞാൻ എൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് പറയേണ്ടി വരും, ആൾക്കാർ ഒരുപാട് സംസാരിക്കാനുള്ളത് കൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. എന്നെ ഏറ്റവും സന്തോഷിപ്പിക്കുന്നത് ഇന്ദ്രൻസ് ഈ പുസ്തകം പ്രകാശനം ചെയ്തു എന്നതാണ്. ഖലീഫ എന്ന പടത്തിൻ്റെ സെറ്റിൽ പോയി ഞാൻ ഈ കാര്യം ഇന്ദ്രനോട് പറഞ്ഞു, ഇങ്ങനൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്, താങ്കൾ പ്രകാശനം ചെയ്യണം. ഓ പിന്നെന്താ, ചെയ്യാലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, എപ്പോഴാണ് വരിക, വരുമോ, വരാൻ പറ്റുമോ, അങ്ങനെയൊക്കെ ഒരുപാട് സംശയം എനിക്കുണ്ടായിരുന്നു. അപ്പോഴാണ് കറുപ്പ് എന്ന സിനിമ റിലീസായിട്ട് അദ്ദേഹം തമിഴ്നാട്ടിലൊക്കെ പ്രശസ്തനാകുന്നത്. ഇപ്പൊ ഏറെക്കുറെ തമിഴ്നാട് വിട്ട് ആന്ധ്രയിലെത്തിയിരിക്കുകയാണ്. കേരളം വിട്ടു, തമിഴ്നാട് വിട്ടു, ആന്ധ്ര, ഇനി ഒരു പക്ഷേ ഹിന്ദിയിലോട്ടും കടക്കും. ഒരു മനുഷ്യന്റെ വളർച്ച, അദ്ദേഹം നേരത്തെ പറഞ്ഞ വളരെ ശരിയാണ്, ഞാൻ നോക്കിക്കാണുകയായിരുന്നു. തുടക്കകാലത്ത് ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഞങ്ങൾ ഒരേ റൂമിൽ കിടന്നുറങ്ങിയിട്ടുണ്ട്. അദ്ദേഹത്തിന് കൊണ്ടുവന്ന ഭക്ഷണം പകുതി എനിക്ക് തന്നിട്ടുണ്ട്, അതിപ്പോൾ തരും കേട്ടോ, അതിനൊരു കുഴപ്പമില്ല. ഇപ്പോൾ പോയാലും പകുതി ഭക്ഷണം ഞാൻ കഴിക്കാറുണ്ട്, ഏത് സെറ്റ് പോയാലും. അപ്പം അങ്ങനെ നോക്കിയിരിക്കെ നമ്മുടെ കൺമുമ്പിൽ ഒരാളിങ്ങനെ വളർന്ന് ഒരു പക്ഷേ ഹിമാലയൊക്കെ തൊട്ടു എന്നൊക്കെ നമ്മൾ ഒരു ഭാഷാ പ്രയോഗത്തിൽ പറയാറുണ്ട്. ആ തരത്തിൽ വളർന്നു വന്ന മഹാനായ, മഹത്തര സ്വഭാവമുള്ള, സ്വഭാവശുദ്ധിയുള്ള തലക്കനം എന്നൊരു സാധനം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടേ ഇല്ല. അവാർഡുകളൊക്കെ വായിൽ കൂട്ടിയപ്പോൾ ഒരുപാട് വെയിറ്റ് അദ്ദേഹത്തിൻ്റെ തലയിൽ വെച്ചിട്ടുണ്ട്. പക്ഷെ ആ വെയിറ്റ് ഒന്നും പുള്ളി കാണിച്ചിട്ടേ ഇല്ല. എല്ലാവരോടും വളരെ സൗമ്യമായി പെരുമാറുക, അല്ലെങ്കിൽ ഇടപെടുക എന്നൊക്കെ പറയുന്നത് മലയാള സിനിമയിൽ ഞാൻ കണ്ട ഏക വ്യക്തി പ്രിയപ്പെട്ട ഇന്ദ്രൻസാണ്. ഒരുപാട് പേരോട് വർക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷെ അവർക്കൊന്നും കാണാത്തൊരു സ്പെഷ്യാലിറ്റി ഇദ്ദേഹത്തിനുണ്ട് എന്നതാണ്. സാധ്യമല്ല, എനിക്ക് പറ്റില്ല. ഞാൻ ഇതുപോലെ കുറേ ഇദ്ദേഹത്തിനെ പോലെ കുറേ പടങ്ങളിൽ അഭിനയിച്ചാൽ എൻ്റെയൊക്കെ ഒരു തലക്കാൻ വരും, സ്വാഭാവികമല്ലേ, വരണല്ലോ. പക്ഷെ ഇദ്ദേഹത്തിനില്ല, അവർ സാധനമേ ഇല്ല. ഒരുപാട് വെയിറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്, അവാർഡുകൾ, നാഷണൽ അവാർഡും സ്റ്റേറ്റ് അവാർഡും അഭിനയത്തിൻ്റെ അങ്ങനെ ഇപ്പൊ കൂടെ തിളങ്ങി നിൽക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഒരു ഭാരവും തൻ്റെ തലയിൽ കയറ്റി വെക്കാത്ത മലയാള സിനിമയിലെ ഏക ആരാ എന്ന് വെച്ചാൽ ഞാൻ സംശയമില്ലാത്ത അത് പ്രിയപ്പെട്ട ഇന്ദ്രൻസാണ്. അദ്ദേഹത്തെ പറ്റി പറഞ്ഞാൽ ഒരുപാട് പറയേണ്ടി വരും.
ഇതൊന്നും നടക്കുന്നില്ല. ആ സ്നേഹസമ്പന്നന് എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനം അറിയിക്കട്ടെ. അദ്ദേഹം ഒരുപാട് പടങ്ങൾ ഇനി അഭിനയിക്കും. അദ്ദേഹത്തിൻ്റെ അഭിനയം ഒരുപക്ഷെ നമ്മളിത് കാണാൻ പോകുന്നേ ഉള്ളൂ. ഇതൊന്നുമല്ലാത്തൊരു മുഖം അദ്ദേഹത്തിന് ഉണ്ട്. അല്ലെങ്കിൽ ഇതിൽ കൂടുതലുള്ള അഭിനയ പ്രാധാന്യമുള്ള സിനിമകൾ വരാനിരിക്കുന്നേ ഉള്ളൂ. ഒരുപക്ഷെ ചേട്ടൻ ബാബ അനിയൻ ബാബ എന്ന പടം ഞാൻ അസോസിയേറ്റ് വർക്ക് ചെയ്യുന്ന സമയത്ത് അതിലൊരു കഥാപാത്രം ഇദ്ദേഹം ചെയ്തിരുന്നു. കൊടക്കമ്പി എന്നാണ് കഥാപാത്രത്തിൻ്റെ പേര്. അത് വിളിച്ചിട്ട് ഒരുപാട് കാലം മലയാളത്തിൽ ഇയാളെ എല്ലാ കോമഡിയന്മാരും പറയുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൊടക്കമ്പി എന്നൊരു സംഭവം ഇങ്ങനെ ചെയ്തു ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ മാറി തൻ്റെ അഭിനയം എന്താ പറയുക, ഒരച്ച് സ്വർണ്ണമൊക്കെ നമ്മളിങ്ങനെ തിളങ്ങുന്നില്ലേ, പോളിഷ് ചെയ്ത് അഭിനയത്തിനെ പോളിഷ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞാനിപ്പം ഇദ്ദേഹത്തെ കണ്ടാണ് പഠിച്ചത്. അഭിനയത്തിനെ പോളിഷ് ചെയ്യാൻ പറ്റുന്നു, അഭിനയത്തിന് വ്യത്യസ്ത മുഹൂർത്തത്തിലേക്ക് സഞ്ചരിക്കാൻ പറ്റുന്നു. മുഹൂർത്തങ്ങൾ വളരെ ചെറിയ മൈന്യൂട്ടായ മാനറിസങ്ങൾ, ഒരു നോട്ടത്തിൽ, വാക്കിൽ, ശബ്ദത്തിലൊക്കെ ഒരുതരം എന്താ പറയുക, ഒരു കറകളഞ്ഞ ഒരു നടൻ, ഒരു സ്ഫുടം ചെയ്ത നടൻ ഞാനിപ്പോൾ കണ്ടത്. സത്യം പറഞ്ഞാൽ അത് മുഖസ്തുതി പറയുന്നതല്ല, ഞാനൊക്കെ പരിശോധിച്ചു നോക്കും. അയാൾ ചെയ്ത ഇപ്പം അടുത്ത് വന്ന ചിന്ന ആ പടത്തിലൊക്കെ ഓരോ ഫ്രെയിമും ശ്രദ്ധിക്കണം, മനോഹരമായി അദ്ദേഹം അഭിനയിച്ചത്. ആ പടം കണ്ടിട്ട് അടൂർ ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞ പ്രശസ്തനായ സംവിധായകൻ അദ്ദേഹം പറഞ്ഞത് ഒരുപക്ഷെ ഈ പടത്തിൽ വീണ്ടും ഒരു അവാർഡിന് ഇന്ദ്രസേന വിജയിക്കുന്നുണ്ട്. എൻ്റെ അടുത്ത ഫ്രണ്ടാണ്. അപ്പോൾ ഞാൻ മിക്കവാറും ദിവസങ്ങളിൽ ഒരു ദിവസമെങ്കിലും ഇന്ദ്രസേനയെ വിളിക്കും. അദ്ദേഹത്തിൻ്റെ കസിൻ ബ്രദറാണ്. ഇപ്പോൾ എന്താ പറയുക, നാഷണൽ അവാർഡൊക്കെ വാങ്ങിച്ച് വലിയൊരു മനുഷ്യനാണ്. പക്ഷെ ആ മൂലയിൽ ഇങ്ങനെ മണ്ടാതിരിക്കുന്നുണ്ട്. ഞാൻ ചോദിച്ച സ്റ്റേജിൽ വലിയ പരിപാടി എനിക്ക് അറിഞ്ഞുകൂടാന്ന് പറഞ്ഞു. 2 നാഷണൽ അവാർഡ് വാങ്ങിച്ച മനുഷ്യൻ മുമ്പിലിരിക്കുന്നുണ്ട്. വസ്ത്രാലങ്കാരം ഇന്ദ്രസ് എന്ന പേര് നമ്മൾ ഒരുപാട് കാലം കണ്ടിട്ടുണ്ട്, ഇനിയും കണ്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ അദ്ദേഹം സ്റ്റേജിൽ വരില്ല. ഈ ഇങ്ങനെ ആൾക്കാരുടെ മുമ്പിൽ നിന്ന് വർത്തമാനം പറയുന്ന എനിക്ക് അറിഞ്ഞുകൂടാ, അത് ആവശ്യമില്ല, ഞാനിവിടെ ഇരുന്നോളാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനൊരു പുസ്തകം എഴുതാനുള്ള ത്രാണി എനിക്കുണ്ടോ എന്ന് ഞാൻ ആലോചിച്ചു. ഒരുപാട് പ്രാവശ്യം ആലോചിച്ചു. പറ്റുമോ അങ്ങനെ കുറേ പ്രാവശ്യം ആലോചിച്ചു. ഇതിനെന്ത് പേരിടും, ഇതിനെന്ത് പേര് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ശ്രീ ഉഷാന്ത്, നേരത്തെ പറഞ്ഞ പോലെ മാഹി എന്ന പടത്തിൻ്റെ ഒക്കെ തിരക്കഥാകൃത്താണ്. അദ്ദേഹം പല പേരും പറഞ്ഞു. അതിൽ ഒരു പേര് ഇഷ്ടപ്പെട്ടു, സിനിമയോടൊപ്പം. അന്നും ഇന്നും എന്നും സിനിമയോടൊപ്പം തന്നെയാണ്. അത് കഴിഞ്ഞ് വേറെ സംഭവമേ ഇല്ല. ആ പേര് എനിക്ക് സ്ട്രൈക്ക് ചെയ്തു. അങ്ങനെയാണ് ഈ പുസ്തകത്തിന് സിനിമയോടൊപ്പം എന്ന് പേര് കൊടുക്കാനുള്ള കാരണം. ആ വഴിക്കാണ് പേര്. ഇത് എന്നെ എഴുതാൻ ഞാനൊരു പുസ്തകം എഴുതിക്കൂടെ എന്നോട് ചോദിക്കുന്നത് ലിജീഷാണ്, പി ലിജീഷ്, മാതൃഭൂമിയുടെ വടകര സീനിയർ കറസ്പോണ്ടന്റ് ലിജീഷാണ് ഇങ്ങനെ പുസ്തകം എഴുതിക്കൂടെ എന്ന് എന്നോട് ചോദിക്കുന്നതും ഞാൻ ഇങ്ങനത്തെ ഒരു എഴുത്തിലേക്ക് തിരിയുന്നത്. എന്തായാലും ഈ ഒരു എന്താ പറയുക, ഒരു ധന്യ നിമിഷം, അല്ലെങ്കിൽ ധന്യ മുഹൂർത്തം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, വലിയ സന്തോഷമുണ്ട്. എല്ലാവരും വന്നതിലും ഇങ്ങനൊരു പുസ്തകത്തിൽ എനിക്ക് ചെന്നതിലും എത്തിപ്പെടാൻ പറ്റിയതിലും ഇന്ദ്രൻസ് വന്നത് പ്രകാശനം ചെയ്തതിലും നിങ്ങളൊക്കെ ഒരു സാന്നിധ്യം, അത് തന്നെയല്ലേ ഏറ്റവും വലുത്. എല്ലാവരെയും മുമ്പിൽ വെച്ച് എല്ലാവരും സാന്നിധ്യം ഉണ്ടാവുക എന്ന് പറഞ്ഞ വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് ഒരുപാട് പറയുന്നില്ല, സംസാരിക്കാനൊക്കെ ആയിട്ട് ഒരുപാട് ഇരിപ്പുണ്ട്. എല്ലാവർക്കും ഈ ഒരു പ്രകാശന കർമ്മത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഇവിടെ ആശംസ സിനിമയോടൊപ്പം എന്നുള്ള പുസ്തക പ്രകാശനത്തിന്റെ മഹത്തായ ഒരു ചടങ്ങിലാണ് നമ്മളെല്ലാം ഇവിടെ ഇരിക്കുന്നത്. എനിക്ക് തോന്നുന്നില്ല എന്നതാണ്. ഒരു പച്ചയായ മനുഷ്യൻ, പക്ഷേ ഒരു വലിയ ഉയർന്ന ലോകോ സിനിമാക്കാരനുള്ള ഏറ്റവും വലിയ അംഗീകാരം പ്രിയപ്പെട്ട ഇന്ദ്രൻസ് ഈ പുസ്തകം കൈമാറുന്നു. നമ്മുടെ വടകരക്കാർക്ക് അഭിമാനിക്കാവുന്ന ഏറ്റവും സന്തോഷകരമായ അഭിമാനകരം സാങ്കേതികതയിലേക്ക് അദ്ദേഹം പ്രവേശിക്കുകയായിരുന്നു. ശ്രീ KG രാജു അദ്ദേഹം അസോസിയേറ്റായി വർക്ക് ചെയ്തു. നിരവധി ചിത്രങ്ങളിലൂടെ സിനിമയിൽ നേടിയെടുക്കാൻ സാധിച്ചത്. പല അഭിനേതാക്കളുമായുള്ള വ്യക്തിബന്ധം അദ്ദേഹം അതിൻ്റെ സൂചന നൽകിയതും അദ്ദേഹമായിരുന്നു. ആദ്യത്തെ കോട്ടപ്പുറത്ത് കൂട്ടുകുടുംബം എന്ന സിനിമയുടെ പ്രൊഡ്യൂസറും. അങ്ങനെ 19 സിനിമകളിൽ സംവിധാനം
പടയപ്പ പോലെയുള്ള കഥാപാത്രങ്ങൾ നമുക്ക് മറക്കാൻ കഴിയുകയില്ല. അതേപോലെ അദ്ദേഹത്തെ നൗറ ബുക്സാണ് പ്രസാധകർ. നമ്മളൊക്കെ ഇതിനകം തന്നെ ആ പുസ്തകം കണ്ടിരിക്കും. തീർച്ചയായും സിനിമ പോലെ തന്നെ ആളുകൾക്ക് രസിക്കുന്ന സിനിമ എങ്ങനെ തയ്യാറാക്കുന്നു അതിലെ കുറിപ്പുകൾ പലതും നമ്മളെ ആകർഷിക്കും, ഉള്ളിൽ തട്ടും. ഇപ്പോഴും സജീവമായ പലരുടെയും ചിത്രം ശ്രീ പപ്പൻ സിനിമ എന്ന പുസ്തകത്തിൽ വരച്ചിട്ടുണ്ട്. ഏവർക്കും വായിക്കാൻ കഴിയുന്ന ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. വീട്ടിൽ 5000 മാപ്പിളപ്പാട്ടുകളാണ് 5000 മാപ്പിളപ്പാട്ടുകൾ ആലോചിച്ചു നിർഭാഗ്യം പറയാം. മൂന്നാമത്തെ ഒരു നിർഭാഗ്യമായി കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അത് വീട്ടിൽ മുറിയാണ്. അതിന് വേറെ പുസ്തകമൊന്നും എനിക്ക് അറിയില്ല. ഓർമ്മയിലേക്ക് മുറിയാണ് പരിപാടി കേൾപ്പിക്കേണ്ടതാണ്. അപ്പൊ ഈ ഇതിന്റെ സിനിമ ഈ നിശബ്ദ സിനിമകൾ വ്യാഖ്യാനിച്ച്